നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അല്ല, ഈ വെളുപ്പാങ്കാലത്ത് പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട് നീ എവിടേക്കാ? ഒരുങ്ങാൻ ഒരു 10 മിനിറ്റ് പോരെ? ആർക്കൊരുങ്ങാൻ? മുത്തശ്ശന്. നമ്മളൊരു യാത്ര പോകുന്നു. എവിടേക്ക്? അതൊന്നും പ്രീ പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് തോന്നുന്നിടത്തേക്ക് എല്ലാം പോവാം. മുത്തശ്ശൻ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ടിട്ട് നടത്തിയില്ലെന്ന് വേണ്ടല്ലോ. മുത്തശ്ശന്റെ സന്തോഷമാ എന്റെയും സന്തോഷം, മുത്തശ്ശന്റെ ഇഷ്ടമാ എന്റെ ഇഷ്ടം. സോ കം ഓൺ ഫാസ്റ്റ് ഓൾഡ് മാൻ. എനിക്കൊരു 20 മിനിറ്റ് തരണം, ഞാൻ റെഡി. എന്തേ? പിന്നെ പുറപ്പെടും മുമ്പ് നമുക്ക് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ കയറി ഐശ്വര്യമായിട്ട് യാത്ര തുടങ്ങാം. ഓക്കെ? ഓക്കെ, ഡൺ. എന്റെ അർത്ഥനാരീശ്വര ഭഗവാനെ, നീ എന്റെ പ്രാർത്ഥന കേൾക്കണേ, എന്റെ മനസ്സൊന്ന് കാണണേ, ഈ പ്രതിസന്ധിയിൽ നിന്നും എന്നെ ഒന്ന് കരകയറ്റണേ. എന്റെ വിക്കിയെ നീ കാത്തുരക്ഷിക്കണേ. ഒരാപത്തും വരുത്താതെ സുരക്ഷിതനായി താലി കെട്ടി എന്റെ പുരുഷനെ നീ തിരികെ തരണേ. ഞാൻ നിനക്ക് നിറമാല സമർപ്പിച്ചോളാം എന്റെ ഭഗവാനെ. ദേവി, നീ തന്നെ ശരണം. ആശ്രിത വത്സലെ, നീ തന്നെ തുണ. ദേവി, നീ തന്നെ ശരണം. ആശ്രിത വത്സലനെ, നീ തന്നെ തുണ. വാ. മുത്തശ്ശി, അവനിലെ ആ അപരൻ എന്റെ മുമ്പിൽ പൂർണ്ണമായും കീഴടങ്ങിയ മട്ട. ഞാൻ ഫോണിൽ പറഞ്ഞിരുന്നല്ലോ, പിടിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കിയപ്പോ അവന്റെ മുഖഭാവമൊക്കെ ഒന്ന് കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. ഇഞ്ചി തിന്ന കൊരങ്ങനെ പോലെ. ഞാൻ അവനെ ഒരിക്കലും തുറക്കാത്ത മാന്ത്രിക പൂട്ടിട്ട പൂട്ടിയത്. അവൻ വീണു, എന്റെ തന്ത്രത്തിൽ അവൻ വീണു. എനിക്ക് ആ ബാങ്കിൽ തമ്പ് ഇംപ്രഷന്റെ കാര്യത്തിൽ അവന്റെ തമ്പ് ചെയ്യിക്കാൻ തോന്നിയ ബുദ്ധിയാ അവനെ കുടുക്കിയത്. ഒരു ഡോക്യുമെന്റ് ലോക്കറിലുണ്ടെന്ന് ഞാൻ വെറുതെ തള്ളി അങ്ങ് വിട്ടു. അതുകൊണ്ടാ അവൻ എന്റെ വലയിൽ വീണത്. ലോക്കറിൽ എന്തോ അലാവുദ്ദീന്റെ അത്ഭുത വിളക്കുണ്ടാവുന്ന കരുതിയാ അവൻ എന്റെ കൂടെ ബാങ്കിൽ വന്നത്. അല്ലാതെ തമ്പെന്നോ മറ്റോ പറഞ്ഞിരുന്നെങ്കിൽ ആ വഴിക്ക് അവൻ എന്റെ ഒപ്പം വരില്ലായിരുന്നു. എന്തായാലും മിഷൻ സക്സസ്. അങ്ങനെ സക്സസ് ആയിന്ന് പറയാൻ വരട്ടെ. അവൻ കീരിയാ, വെറും കീരിയല്ല, ചെങ്കീരി. അവസരം കിട്ടിയ അവൻ തിരിച്ചു കടിക്കും. അവൻ സന്ദർഭത്തിൽ ബാങ്ക് മാനേജറുടെയും പിന്നെ നിന്റെയും മുന്നിൽ കുടുങ്ങിപ്പോയതാ. ആ ഒരു നിമിഷത്തിൽ അവന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു ഉപാധി നീ മാത്രമായിരുന്നു. അതുകൊണ്ട് തന്നെ സറണ്ടറായിന്ന് അവൻ നിന്നെ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചതാവും. സൂക്ഷിക്കണം, കരുതലുണ്ടാകണം. ഇനിയുള്ള ഓരോ നിമിഷവും അർദ്ധനാരീശ്വരൻ നമ്മളെ രക്ഷിക്കും. ആഹാ, കൊള്ളാലോ. ഇന്നെന്താ പ്രത്യേകത? സദ്യ വിട്ട് ഒരുക്കുന്നതിന് മണം കിട്ടിയല്ലോ. അഞ്ജലി പറഞ്ഞിട്ടാ സദ്യയും പായസം ഒക്കെ വേണോന്ന്. അതെന്താ, ഇന്ന് അഞ്ജലിയുടെ ബർത്ത്ഡേ മറ്റോ ആണോ? അതൊന്നുമല്ല, ഇന്ന് ഈ വീട്ടിലെ എല്ലാവർക്കും ഒരു സർപ്രൈസ് തരുമെന്നാ അവള് പറഞ്ഞിരിക്കുന്നെ. സർപ്രൈസോ? എന്ത് സർപ്രൈസ്? അത് സസ്പെൻസ് ആയിട്ട് വെച്ചിരിക്കുക അവള്. ഷടാ, ഇവളിത് എന്ത് സസ്പെൻസാ ഇപ്പൊ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നെ? ഞാനറിയാത്ത എന്ത് കാര്യമായി വീട്ടിലുള്ളത്? ഇനി അവളെങ്ങാനും ക്യാരിയിങ് ആയിരിക്കോ? എന്താ നീ ആലോചിച്ചു നിൽക്കുന്നേ? ഏയ്, ഒന്നുമില്ല. എന്ത് സസ്പെൻസ് ആയിരിക്കും ഞാൻ ചിന്തിച്ചതായിരുന്നു. അതൊന്നും അറിയില്ല. എന്തായാലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവളുടെ മുഖത്ത് ഒരു രക്തപ്രസാദം കണ്ടു. ഇത്രയും നാളും എന്തോ ഒരു മാനസിക പ്രശ്നം അവളെ അലട്ടിയിരുന്നു. അതിപ്പോ ഇല്ലാതായിരിക്കുന്നു എന്നാ എന്റെ ഒരു തോന്നല്.
ഇത്ര പുലർച്ചെ എഴുന്നേറ്റ് അവൾ ഉത്സാഹത്തോടെ ക്ഷേത്രത്തിലേക്ക് പോയതും ഏതോ ഒരു വലിയ സന്തോഷത്തിന്റെ ഭാഗമാ. എന്നാലും അഞ്ജലി നിങ്ങളോട് കാര്യം എന്താണെന്നതിനെ പറ്റി ഒരു സൂചനയും തന്നില്ലേ? ഇല്ലെന്നേ. അവളുടെ മനസ്സിലുള്ളത് എന്താണെന്ന് നമ്മൾ എങ്ങനെ അറിയാനാ? എന്റെ ബലമായ സംശയം ഇനി അവള് പ്രഗ്നന്റ് ആണോ എന്നുള്ളതാ. രാവിലെ തന്നെ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദം തൊട്ടപ്പോ ഒരു സുഖം. വിക്കി തിരിച്ചു വരുന്ന ദിവസം ആയതുകൊണ്ടാവും അഞ്ജലിക്ക് ഒരു മുഖപ്രസാദം. നിങ്ങൾക്കിടയിലെ ഗ്യാപ്പ് ഇന്നത്തോടെ അവസാനിക്കുകയാണല്ലോ. നീ കൂടുതൽ സംസാരിക്കൊന്നും വേണ്ട. വാ, നമുക്ക് പോവാം വിക്കിയുടെ അടുത്തേക്ക്. പോവാം. പക്ഷെ അഞ്ജലി എന്റെ ഫോൺ മേടിച്ചു വെച്ചിരിക്കുന്നതിൽ എനിക്ക് ആരെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ചാച്ചനുള്ളപ്പോ നമ്മൾ അവിടെ എത്താൻ പാടില്ല, അത് അപകടമാണ്. ഞാൻ തന്റെ കൂടെ കൂടിയെന്ന് അറിഞ്ഞു കഴിഞ്ഞാ അയാൾ എനിക്കിട്ടും പണി തരും. കണ്ണിച്ചോറില്ലാത്തവനാ. എടോ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഒരു നിവൃത്തി ഇല്ലാത്തോണ്ടാ ആ സാഹചര്യത്തിൽ എനിക്ക് അയാളെ സപ്പോർട്ട് ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് അവിടുത്തെ ഒരു സ്ഥിതിഗതികളൊക്കെ അറിഞ്ഞ ശേഷം നമുക്ക് അവിടെ എത്താനാവൂ. അഞ്ജലി, എന്റെ ഫോണൊന്ന് തരുമോ? ഞാൻ ചാച്ചനൊന്ന് വിളിക്കട്ടെ. ഇല്ലെങ്കിൽ എല്ലാം കയ്യിൽ നിന്ന് പോവും. പ്ലീസ്. താങ്ക് യു. ഏയ്, അതെ, സ്പീക്കറിലിട്ടെ. ഇടാം. വിക്കി പറയ്. അത് പിന്നെ അഞ്ജലിക്ക് വിക്കി ഒന്ന് കാണണമെന്ന് പറയുന്നു. ഞാൻ എന്താ ഇപ്പോ മറുപടി പറയണ്ടേ? അഞ്ജലിക്ക് വിക്കിയെ കാണണമെന്നോ? വേണ്ട വേണ്ട, അതൊക്കെ കുഴപ്പം പിടിച്ച പണിയാ. ആവശ്യമില്ലാത്ത ഏർപ്പാടിനൊന്നും നീ കൂട്ടു നിൽക്കണ്ട. ചാച്ചാ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാൻ അഞ്ജലിക്ക് വാക്ക് നൽകിപ്പോയതാ. വിക്കിയെ ഒരു ദിവസത്തിനുള്ളിൽ കാണിക്കാമെന്ന്. അങ്ങനെ എനിക്ക് വാക്ക് കൊടുക്കേണ്ടി വന്നു. നീ ഇപ്പൊ എന്തിനാ വെറുതെ ഒരു ദിവസം എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തത്? അവൾ ഇവിടെ വന്ന് നമ്മുടെ താവളം ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, എടാ മണ്ട, അത് പിന്നെ ഇത്രയും നാൾ നമ്മൾ കഷ്ടപ്പെട്ടത് വെറുതെ ആവില്ലേ? ഒടുവിൽ നീ തന്നെ കുടം കൊണ്ടിട്ടങ്ങ് ഉടയ്ക്കുവോ? അയ്യോ ഇല്ല ചാച്ചാ, നമ്മുടെ പദ്ധതിയൊക്കെ അഞ്ജലി തിരിച്ചറിഞ്ഞു. അല്ലാതെ ചാച്ചൻ പറഞ്ഞ പോലെ കല മുടക്കാനായിട്ട് ഞാൻ നിൽക്കുവോ? എനിക്ക് വേറെ വഴിയൊന്നും ഇല്ല ചാച്ചാ. വേണ്ട, ഏതായാലും ഇരിക്കുന്ന കൊമ്പ് നമ്മൾ തന്നെ മുറിക്കണ്ട. താഴെ പോകും, എല്ലാം അടപടലം തന്നെ താഴെ പോകും. നീ ആ പെങ്കൊച്ചിനെ എന്തെങ്കിലും പറഞ്ഞ് ഒഴിവാക്ക്, വേറെ വഴിയില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. പക്ഷേ അഞ്ജലി പിടിവിടുമെന്ന് തോന്നുന്നില്ല. ഞാനൊന്ന് പുറത്തു പോകും, ഉച്ച കഴിഞ്ഞേ മടങ്ങി വരൂ. എന്നാ പിന്നെ ചാച്ചൻ പോയിട്ട് വാ. ഞാൻ അപ്പോഴേക്കും വരാൻ നോക്കാം. ശരി.